وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم اللهم صل وسلم وبارك عليه സ്നേഹബഹുമാനമുള്ള സഹോദര സഹോദരിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജിത്തിമാളുകളുടെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന ഒരു സദസ്സായി നമ്മുടെ ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കറ്റുമായി ഷുക്കൂർ സാഹിബ് വരുന്നുണ്ട്. എല്ലാവരും നല്ല സംഖ്യ ശൈഖ് സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണ സദസ്സാണ്. തങ്ങളുടെ പേരിൽ സ്വലാത്തൊക്കെ ചൊല്ലുന്ന സദസ്സാണ്. അതിന്റെ ബറക്കത്ത് കാണിച്ച് അതിൽ നിക്ഷേപിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ഗ്യാസിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കാനായി ഉപയോഗപ്പെടുത്തി എത്രയും വേഗം ദുആ ചെയ്തുകൊണ്ട് പിരിയാൻ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ റബീഉൽ അവ്വൽ 1 മുതൽ ഇന്ന് കൂടിയ ദിവസങ്ങളിൽ മഗ്രിബ് നിസ്കാരാനന്തരം നമ്മുടെ പള്ളിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് ഒക്കെയായി മൗലിദ് സദസ്സ് വളരെ ഭംഗിയായി നടന്നു വന്നു. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിൽ സ്ഥിര സാന്നിധ്യം അറിയിച്ച പലരും നമ്മുടെ ഉബായിക്ക, അതുപോലെ തന്നെ 2 അസീസ്ക്ക, അങ്ങനെ പലരും അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഒരു മഹല്ലത്തിൽ, ഒരു വീട്ടിൽ, ഒരു സ്ഥലത്ത് പാരായണം ചെയ്യപ്പെട്ടാൽ അല്ലാഹുവിന്റെ മലക്കുകൾ ആ സ്ഥലം പൊതിഞ്ഞു നിൽക്കും, വലയം ചെയ്തു നിൽക്കും എന്നാണ്. ആഫാത്ത് മുസീബാത്തുകൾ തടയപ്പെടാൻ വലിയ വഴിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദ് സദസ്സ്. അപ്പൊ കുറെ ആളുകൾ എന്തിനാ 40 ദിവസം മൗലിദും എന്ന് ചോദിച്ച ആളുകൾക്കും സുരക്ഷ ലഭിക്കാൻ നമ്മളിവിടെ ചൊല്ലിയ മൗലിദാണ് കാരണം. അത് അവരറിയുന്നില്ല. അപ്പൊ അതൊക്കെ വലിയ ബറക്കത്തിന്റെ സദസ്സാണ്. ഞാനിപ്പോൾ കൂടുതൽ ആ വിഷയം സംസാരിക്കുന്നില്ല. ഇപ്പോൾ അതിന് പറ്റിയ സമയം അല്ലാത്തത്. ജീവിതത്തിൽ ബറക്കത്തില്ലാത്ത ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്. എപ്പോഴും അവർക്ക് പരാതികൾ ധാരാളം പറയാനുണ്ടാവും. ബറക്കത്തില്ല, ആ പ്രയാസാണ്, ഈ പ്രയാസാണ്, മറ്റതാണ്, മറിച്ചതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ബറക്കത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാരണങ്ങളും വെച്ചിട്ടുണ്ട്. ആ കാരണങ്ങളെല്ലാം നമ്മൾ മുറിച്ചു കളഞ്ഞു, അവഗണിച്ചു എന്നുള്ളതാണ് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു വലിയ കാരണം. ഇപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്, അൽ ബറക്കത്തു മഅ അകാബിരി. ബറക്കത്ത് നിങ്ങളിലെ പ്രായമുള്ള വലിയ ആളുകളോടൊപ്പമാണ്. ഇപ്പൊ ബാപ്പാനും ഇമ്മാനും നോക്കുക, ഏതു മക്കളാണ് എന്നിടത്ത ചർച്ച. ഏതെങ്കിലും ഒരാളെ ഭാഗത്തേക്ക് തള്ളിയിട്ട്
നമ്മൾ ആ ഒരു ഭാരം ഒഴിവാക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ മക്കളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മാനെ നോക്കുക, ബാപ്പാനെ നോക്കുക, പ്രായമുള്ള ആളുകളെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാരമുള്ള സംഗതിയായി കണക്കാക്കപ്പെടുന്ന കാലമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബറക്കത്ത് എന്ന് പറയുന്നത് പ്രായമുള്ള ആളുകൾ എവിടെയുണ്ടോ അവിടെ ബറക്കത്തുണ്ടാവും. അപ്പൊ നമ്മുടെ വീടുകളിൽ പ്രായമുള്ള ആളുകളില്ല, അവരെ നമ്മൾ സൗകര്യപൂർവം ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ പുരയിലേക്ക് തള്ളി നമ്മുടെ ബറക്കത്ത് ഒന്ന് നമ്മൾ കളഞ്ഞു. മറ്റൊന്ന്, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ധാന്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അളന്നെടുക്കുക എന്നുള്ളത് ബറക്കത്തിന്റെ ഒരു കാരണമാണ്. പഴയ കാലത്തുണ്ടല്ലോ, അരിയൊക്കെ എടുക്കുന്ന സമയത്ത് അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഭാര്യ ഇവിടെ ഈ ഭാഗത്തിൽ പറഞ്ഞോളൂ, ഇവിടെ നേരെ തിരിച്ചാണല്ലോ, അതാ ചോദിച്ചത്. അപ്പോ മരുമകൾ ചോദിക്കും, ഇത്രയും വന്ന് അരി എടുക്കേണ്ടതെന്ന് ചോദിക്കും അല്ലേ? അങ്ങനെ അരി അളന്നെടുക്കും, അതൊരു ബറക്കത്തിന്റെ കാരണമാണ്. കീരുത്വഴമ, ഭക്ഷണം അളന്നെടുക്കും, ധാന്യങ്ങൾ ഇന്നിപ്പോ അതില്ല. അങ്ങനെ ബറക്കത്തിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ കടക്ക കത്തിവെച്ചു. പിന്നെ എവിടുന്ന ബറക്കത്തുണ്ടാകുക? അങ്ങനെ ബറക്കത്തിന്റെ ഒരു വലിയ നിമിത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്. അതിങ്ങനെ ചൊല്ലുക, ആ സദസ്സുകളിൽ സംബന്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ആളുകളെ ആദരിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വൽ 1 മുതൽ നമ്മുടെ പള്ളിയിൽ മഗ്രിബ് നിസ്കാരാനന്തരം മൗലിദ് നടന്നിട്ടുണ്ട്. നബി തങ്ങളെ മദ്ഹ് ചൊല്ലിയിട്ടുണ്ട്. റബീഉൽ ആഖിർ 1 മുതൽ ഇന്ന് വരെയുള്ള ദിനങ്ങളിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബും ചൊല്ലിയിട്ടുണ്ട്. അതൊക്കെ ബറക്കത്തിന്റെ വലിയ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് രണ്ട് ലോകത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ കൂട്ടത്തിൽ വളരെ ഉന്നത സ്ഥാനീയരായ ആളുകളിൽപ്പെട്ട ആളാണ്. എല്ലാവർക്കും അറിയാം, പഴയകാലം മുതൽക്ക് വീടുകളിലൊക്കെ ശൈഖവറുകളെ മാല ചൊല്ലി വരുന്ന പതിവുണ്ടല്ലോ. ഇതിൽ വലിയ ക്ഷേണം ഫലമുണ്ട്, അറിയില്ലാലോകേറെ സ്വയ്യെന്ന് ചൊല്ലാതെ അധികം അറിയുവാൻ ബുദ്ധിയുള്ള ലോകേറെ അറിവാക്കന്മാരോട് ചോദിച്ചു കൊള്ളീരേ എന്ന് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മാലയിൽ പറയുന്നുണ്ട്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം മനാഖിബുകൾ, മദ്ഹുകൾ, പുകഴുകൾ ഉള്ളടങ്ങിയ കാവ്യമാണ് മുഹീദ്ദീൻ മാല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദർജ കൊടുത്ത, വലിയ എന്ന് പറഞ്ഞാൽ മാലയിൽ തന്നെ നമ്മൾ ചൊല്ലിപ്പോകുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കവൻ തന്ന പൂരിശ ആർക്കും ഖിയാമത്തോളം നൽകൂല. അത്രയും വലിയ പൂരിശ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ ഒരൊറ്റ വിഷയത്തിൽ ഊന്നി 1-2 കാര്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാം. എന്താണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് ഇത്രയും വലിയ ദർജയും പദവിയും സ്ഥാനമാനവും ഒക്കെ ലഭിക്കാനുള്ള കാരണം എന്താണ്? ശൈഖ് അവറുകൾ പറഞ്ഞു, എന്റെ മദ്രസയുടെ പാഠശാലയുടെ മുമ്പിലൂടെ ഒരാൾ നടന്നുപോയാൽ അയാൾക്ക് ബർസഖിയായ ലോകത്ത് ഖബറിൽ വിജയമുണ്ട്, രക്ഷയുണ്ട്. അപ്പൊ അത്രയൊക്കെ ഒരു വലിയ ദർജയിലേക്ക് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു എത്തിപ്പെടാനുള്ള കാരണം ഒന്ന് സ്വലാഹുൽ ആബാഇ, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കളുടെ സുഹൃത്തമാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയും ബാപ്പയും വളരെ സാലിഹ്യങ്ങളായിരുന്നു, സച്ചരിതരായിരുന്നു. മക്കള് നന്നാകാനുള്ള പ്രഥമ പടി ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് മാതാപിതാക്കൾ നന്നാകുക എന്നുള്ളതാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ വലിയ തങ്ങളാണ്, ഉമ്മ വലിയ സയ്യിദത്താണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പ്രസവിക്കപ്പെട്ട് അല്പസമയം കഴിഞ്ഞ ഉടൻ ആര് വഫാത്തായി പോയി? പിതാവ് വഫാത്തായി. പിന്നെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയതാരാണ്? അവിടുത്തെ മാതാവ് ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഉമ്മയുടെ പിതാവായ അബ്ദുല്ലാഹി സൗമഈ
എന്ന് പറയുന്ന ദുആക്ക് വലിയ ഇജാബത്തുള്ള പ്രായം അങ്ങെത്തിയിട്ടും ധാരാളം സുന്നത്ത് നിസ്കരിക്കുകയും ധാരാളം ഇബാദത്തുകൾ ചെയ്യുകയും കാര്യമായി ദുആ ചെയ്യുകയും ചെയ്തിരുന്ന വലിയ പണ്ഡിതനാണ് മഹാനായ അബ്ദുല്ലാഹി സ്വമഈ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമ്മയും വല്ലിപ്പയുമാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയത്. ആ മാതാപിതാക്കളുടെ ആ സദ്വൃത്തനായ പിതാമഹന്റെയും സദ്വൃത്തയായ ഉമ്മയുടെയും തർബിയത്തിലാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വളരുന്നത്. പിന്നെ മോശമാകൂലല്ലോ. വളരെ അത്ഭുതകരമായ ബാല്യമാണ്. അതൊക്കെ ഉമ്മമാർക്കറിയാം. അവരൊക്കെ മാല ചൊല്ലുന്നവരാണ്. മുതലായി റമദാനിൽ 30 നാളിലും മുല കുടിക്കും പ്രായം മുലനെ തോടാത്തോവ. റമദാൻ മാസത്തിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുല കുടിക്കുന്ന പ്രായത്തിൽ റമദാനിന്റെ പകലിൽ മഗ്രിബ് വരെ ശൈഖ് ജീലാനി മുല കുടിക്കൂല. ഈ പരാതിയുമായി ഉമ്മ തന്റെ പിതാവായ വലിയായ അബ്ദുല്ലാഹി സ്വമഈ തങ്ങളെ സമീപിക്കുകയാണ്. മകൻ മുല കുടിക്കുന്നില്ല. അപ്പൊ പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ബേജാറാകണ്ട, ഇന്നലഹുല ശഅനൻ, വലിയ മകനാണ്, കാര്യപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. റമദാനിന്റെ പകലിൽ ആ ചെറിയ കുട്ടി മുല കുടിക്കുന്നില്ല. അന്ന് ആകാശം മേഘാവൃതമായി മാസത്തിലെ ദൃശ്യമാകാതിരുന്നാൽ ഇന്ന് റമദാനാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ ജനങ്ങൾ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ സമീപം ചെല്ലും. ഇന്ന് കുട്ടി മുല കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. മുല കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് റമദാനാണെന്ന് സ്ഥിരീകരിക്കും. അങ്ങനെ അത്ഭുതകരമായ ബാല്യമാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ബാല്യം. അതിൽ ഏറ്റവും വലിയ പങ്ക് ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. ഉമ്മയുടെ സ്വലാഹ്, സദ്വൃത്തയായ ഉമ്മ. 18ാമത്തെ വയസ്സിലാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ഞാൻ ഇവിടെ മൗലിദിന്റെ സദസ്സിനൊക്കെ പറഞ്ഞിരുന്നു, ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി ശൈഖ് അവറുകൾ പോകുന്നത്. 90 വർഷക്കാലം ശൈഖ് അവറുകൾ ജീവിച്ചു. 18 വയസ്സ് മഹാനവറുകൾ ജനിച്ച ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്തു തന്നെ ഒരു അറഫ നാളിൽ മാലയിൽ ഖാദി മുഹമ്മദ് അതൊക്കെ പറയുന്നുണ്ട്. അറഫ നാളിൽ പിതാവിന് അല്പം ഭൂസ്വത്തുണ്ട്, വയലുണ്ട്. ആ വയലിൽ കൃഷി ഇറക്കാൻ വേണ്ടി, വയല് ഉഴുതുമറിക്കാൻ വേണ്ടി കാളയുടെ പിറകെ, പശുവിന്റെ പിറകെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വയലിലേക്ക് ഇറങ്ങിയ സംഭവമുണ്ട്. അപ്പൊ അന്നേരം പശു തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ അബ്ദുൽ ഖാദിർ ലിഹാദാ ഖുലിഖത, നിങ്ങൾ ഇതിനു വേണ്ടിയാണോ പടക്കപ്പെട്ടത്? അല്ല, നിങ്ങൾ ഇവിടെ വയലിൽ ഉഴുതുമറിച്ച് കൃഷി ചെയ്യാനും ഇവിടെ കാളക്കൂട്ട് സവാരി നടത്താനും ഒന്നുമല്ല നിങ്ങളെ പടക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങളെ പടക്കപ്പെട്ടത് അല്ലാഹുവിന്റെ ഇൽമ് സമ്പാദിച്ച് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ശൈഖ് അവറുകൾ ചെറിയ കുട്ടിയാണ്. ബേജാറോടെ ഓടി വീട്ടിന്റെ മുകളിൽ കയറിയപ്പോ പിന്നെ കാണുന്നത് അറഫയാണ്. അറഫയിൽ ജനങ്ങളൊക്കെ സംഘടിച്ചിരിക്കുന്നു. അങ്ങനെ ഉമ്മയോട് ചെന്ന് പറഞ്ഞു, ഉമ്മ, എന്റെ മഹാനവർകൾ പറഞ്ഞ വാക്ക് ഹബീനിയിലില്ല. അല്ലാഹുവിന് നിങ്ങൾ എന്നെ ഇഷ്ടദാനം കൊടുക്കണം. ഹബീനി ഹിബത്ത് അറിഞ്ഞെന്താ? ഹിബത്ത് അത് ഇഷ്ടദാനം. ഹബീനിയിലില്ല, അല്ലാഹുവിന് നിങ്ങൾ എന്നെ ഇഷ്ടദാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞേക്കണം. ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി ഞാൻ ദർസ് പഠിക്കാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ ആദ്യം പിന്തിരിപ്പിക്കും ഉമ്മാരെയാണ്. ഇവിടുത്തല്ല, മൊത്തത്തിൽ പറയാണ്. ആദ്യം തട്ടുമുട്ട് പറയും. ഇവിടെ പല ആളുകൾ ഇവിടുത്തല്ല. ഞാൻ മുമ്പ് നിന്നിരുന്ന സ്ഥലത്തൊക്കെ ചില ആൾക്കാർ പറഞ്ഞു ഓർക്കുന്നുണ്ട്. എന്റെ മകനെ ഓതാൻ കൊണ്ടാക്കി അവന്റെ ഓത്ത് കല്ലത്താക്കിയത്, തകരാറാക്കിയത് ഉമ്മയാണ്. കാരണം എന്താ? മട അമിത വാത്സല്യാണ്. മട കുട്ടി പോണ്ട, ഡ്രസ്സ് അലക്കാനായിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തും. അങ്ങനെ കുട്ടിയുടെ ഓത്ത് കിതാബ് പഠനം, ഇൽമിയായ പഠനം അത് തകരാറാകും. ഇമാമിങ്ങളെ ചില കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയത് ഒരു അനുഗ്രഹമായി. കാരണം എന്താണ്? അവരുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ കാലത്ത് ഓതാൻ പറ്റിക്കൊള്ളുന്നില്ല. അമിത വാത്സല്യം മക്കളെ വടക്കാക്കും, വഷളാക്കും. അപ്പൊ ശൈഖ് ജീലാനി എന്ന് പറയാണ്,
പറഞ്ഞിട്ടേ ഓതാൻ പോയാൽ അതിൻ്റെതായ കൃഷ്ണതകൾ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഉമ്മ മരിക്കോളം ഞാൻ ഓതാൻ പോയിട്ടില്ല, എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മ പറഞ്ഞിരുന്ന കാരണം സ്വന്തമായി ഡ്രസ്സ് കഴുകാനായിട്ടില്ല, പിന്നെ അന്നും ഇന്നും എനിക്ക് ഇരുമ്പ് വല്ലാതെ പറ്റില്ല. അത് ഒന്നുകൂടി പറഞ്ഞെന്താ ചെറിഞ്ഞ് ഭക്ഷണം വരുമ്പോൾ ശ്രദ്ധിച്ചോണ്ടേ ചിറ്റാണ്. അപ്പോ ശർക്കരയും പഞ്ചസാരൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ കുറച്ച് ഒന്ന് പ്രായമാകട്ടെ എന്ന രീതിയിൽ ഉമ്മയുടെ വാത്സല്യം കൊണ്ടാണ്. ഉമ്മ മരണപ്പെട്ട 26-ന് ഞാൻ ഓതാൻ പോയി, എന്നങ്ങനെ ഓതാൻ കൊണ്ടുപോയാൽ. അപ്പൊ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീനിലില്ല, എന്നെ അല്ലാഹുവിന് ഹിബത്ത് കൊടുക്കണം. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ ശൈഖ് അവർകൾ ബഗ്ദാദിലേക്ക് ഓതാൻ വേണ്ടി പോവുകയാണ്. 18-ാമത്തെ വയസ്സിൽ. അപ്പൊ പോകുന്ന സമയത്ത് ഉമ്മ, എല്ലാവർക്കും അറിയുന്ന സംഭവം, ഞാൻ പറയുന്നത് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം ചിന്തിച്ചാൽ ശൈഖ് അവർകൾ ഇത്രയും വലിയ ദറജയിലേക്ക് ആ ബഗ്ദാദിലെ മിമ്പറിൽ കയറിയിട്ട് ഖുതുബിയത്തിൽ ചൊല്ലാറുണ്ടല്ലോ, എന്റെ ഈ കാൽപാദം എല്ലാ ഔലിയാക്കന്മാർക്കും അവരുടെ പിരടിക്ക് മുകളിലാണ്, ഈ കാലത്തുള്ള എല്ലാ ഔലിയാക്കളും എന്റെ കാൽ കീഴിലാണ്. അപ്പൊ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളുണ്ട്, മഹാനവകൾ അവിടത്തെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് പറയുന്നു, ഉഹൈമിദു മിൻഹും, ഞാൻ അതിൽപ്പെട്ട ആളാണ്. എന്താ പറയുന്നത്? ശൈഖ് ജീലാനി ബഗ്ദാദിൽ മിമ്പറിലിരുന്ന് ഈ കാലഘട്ടത്തിലുള്ള എല്ലാ ഔലിയാക്കളും എന്റെ കാൽ കീഴിലാണെന്ന് പറയുമ്പോ ശൈഖ് റിഫാഇ തങ്ങൾ പറയാണ്, ഞാനും അതിൽപ്പെട്ട ആളാണ്. ശൈഖ് അവരുടെ കാൽ കീഴിൽ പെട്ട ഒരാളാണ്. അതിലൊരു ശൈഖ് അതല്ലെന്ന് ചൊന്നാരെ അവരെ വലിപ്പട്ടം നീക്കിച്ചു വെച്ചോവർ. ഒരാള് പറഞ്ഞല്ലോ, ഇല്ല അബാബകിൻ മിൻഹും ഫതബ ഫിദാ ഉസ്തൽ മഅനിയ ജമ്മൻ മുഹിയത്തി. മാലയിലും ഖുതുബിയത്തിലൊക്കെ ചൊല്ലുന്നുണ്ട്. അത് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, ഞാൻ അതിലില്ല, അവന്റെ വലിയപ്പെട്ട ശൈഖ് അവർകൾ നീക്കിക്കളഞ്ഞു, അവൻ ആ സ്ഥാനത്ത് നിന്ന് ഭ്രഷ്ടനാക്കി കളഞ്ഞു. അപ്പൊ ഇത്രയും വലിയ ദറജയിലേക്ക് ശൈഖ് അവർകൾ എത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉമ്മ നൽകുന്ന വസിയ്യത്ത് എന്താണെന്ന്, ഉമ്മ വലിയ വലിയാണ്, ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. ഉമ്മ പറയാണ്, ഇനി മരിക്കുന്നത് വരെ, ഖിയാമത്ത് നാൾ വരെ ഞാനും നീയും തമ്മിലുള്ള സമാഗമം ഇല്ല, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടൂല. ഒരൊറ്റ വസിയ്യത്ത ഉമ്മാക്ക് പറയാനുള്ളത്. എന്താണത്? തല പോയാലും കളവ് പറയാൻ പാടില്ല. എല്ലാവർക്കും അറിയുന്ന കഥയാണല്ലോ. അങ്ങനെ ബഗ്ദാദിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘം ഉണ്ടായിരുന്നു. ആ കച്ചവട സംഘത്തിന്റെ കൂടെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പറഞ്ഞയക്കുകയാണ്. ബാപ്പ മരിച്ചു പോകുന്ന സമയത്ത് 80 ദീനാറാണ് അനന്തര സ്വത്തായി ഇട്ടേച്ചത്. ദീനാറാതെ സ്വർണ്ണനാണയം. ആ 80 ദീനാറിൽ നിന്ന് 40 ദീനാറ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. 40 ദീനാറ് മറ്റൊരു സഹോദരന് വേണ്ടി ബാക്കി വെച്ച് നീക്കി വെച്ചു. എങ്ങനെയാണ് ഈ ഉമ്മ യാത്ര അയക്കുന്നത്? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിന്റെ ആ കക്ഷഭാഗത്ത് ഒരു രഹസ്യ അറയുണ്ടാക്കി അതിൽ ഈ 40 ദീനാറ് സൂക്ഷിച്ചു വെക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, തല പോയാലും ഒരിക്കലും കളവ് പറയരുത്. അങ്ങനെ ശൈഖ് അവർകൾ പോയി. ഹമദാൻ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോ ഒരു 60 കുതിരപ്പടയാളികൾ, 60 അംഗ കൊള്ള സംഘം ചാടി വീണു. എല്ലാവരെയും കവർച്ച ചെയ്തു. എല്ലാവരുടെ പക്കലുമുള്ള സമ്പത്ത് കൊള്ളയടിച്ചു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കുട്ടിയല്ലേ, 18 വയസ്സ്. അന്നത്തെ 18 വയസ്സും ഇന്നത്തെ 18 വയസ്സും ഗജാന്തര വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഇന്നത്തെ 18 വയസ്സ് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള പക്വതയും പാകതയും ഒക്കെ ഉണ്ടാവും. ജനിക്കുമ്പോ തന്നെ മൊബൈൽ കൈ പിടിച്ചിട്ടല്ലേ വരുന്നത്. പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ. അപ്പോ ഈ കൊള്ള സംഘത്തിലെ ആളുകൾ ഓരോരുത്തരെയും സെർച്ച് ചെയ്ത് അവരുടെ ഭാഗത്തുള്ള സമ്പത്തൊക്കെ കൊള്ളയടിച്ചു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കുട്ടിയല്ലേ, ആരും മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഒരു കൊള്ളക്കാരൻ ശൈഖ് അവർക്ക് അരികിലൂടെ നടന്നുപോയി. എന്താണ് എന്റെ കയ്യിലുള്ളത്? 40 ദീനാർ, 40 ദീനാറുണ്ട്. അതെവിടെ?
അത് എന്റെ കക്ഷഭാഗത്ത് ഒരു രഹസ്യ അറയിൽ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അയാൾ മനസ്സിലാക്കിയത് എന്തോ പൊള്ളു പറയാൻ, കുട്ടിയല്ലേ, ആളെ പൊട്ടനാക്കാൻ വേണ്ടി പറയണം എന്ന രീതിയിൽ അയാൾ മെയിൻ ചെയ്യാതെ പോയി. രണ്ടാമത് വേറെ ഒരു കൊള്ളക്കാരൻ വന്നു. അയാളും ചോദിച്ചു, മാ ഇൻദക, നിന്റെ അടുക്കൽ എന്താണുള്ളത്? 40 ദീനാറുണ്ട്. എവിടെയുണ്ട്? എന്റെ കക്ഷഭാഗത്ത് രഹസ്യ അറയിൽ ഉമ്മ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അയാളും മെയിൻ ചെയ്യാതെ പോയി. ഇത് കളവ് പറയായിരിക്കും. രണ്ടാളുകളും ചെന്ന് കൊള്ളത്തലവന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ആ കുട്ടിയോട് എന്താ കൈവശമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ 40 ദീനാറുണ്ട് എന്ന് പറയുന്നു. കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കൊള്ള തലവൻ അവന് തലവന്റെ മുമ്പാകെ ഹാജരാക്കി. കൊള്ളത്തലവൻ ചോദിച്ചു, മാ ഇൻദക, എന്താ നിന്റെ അടുക്കലുള്ളത്? 40 ദീനാറുണ്ട്. എവിടെയാണ്? എന്റെ കക്ഷഭാഗത്ത് ഒരു രഹസ്യ അറയുണ്ടാക്കി ഉമ്മ അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. തലവൻ അത് പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ചപ്പോ ക്ലിയറാണ്, 40 ദീനാറുണ്ട്. ഇയാളിങ്ങനെ കണ്ണു തള്ളി, 40 ദീനാറ് കൈവശമുണ്ട് എന്ന ആ പരമസത്യം ഈ ഒരു നിവർത്തികെട്ട ഘട്ടത്തിൽ പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? കളവ് പറയൽ അനിവാര്യമായ സ്ഥലമാണ്. നമുക്ക് പിന്നെ എല്ലാ കളവും അനുവദനീയമാണ്. വാ പൊളിച്ച നമ്മൾ കളവേ പറയൂ. കളവ് ചെറിയ സംഭവമല്ല. ഞാൻ പറഞ്ഞു വരുന്ന ഷെയ്ഖ് ജീലാനിയെ വാർത്തെടുത്തത് ഒന്ന് സത്യസന്ധതയാണ്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇൽത്തിസാമു സിദ്ഖ്, സത്യം മാത്രമേ പറയൂ എന്ന ഒരു ശപഥം ഷെയ്ഖ് ജീലാനിക്ക് ഉണ്ടായി. നമ്മൾ നേരെ തിരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ ചെറിയ കുട്ടികളെ അടുത്തേക്ക് വിളിക്കുമ്പോൾ അവരിങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ പറയും, വാ വാ ഇന്നത് തരാ, അത് തരാ, അത് തരാന്നൊക്കെ പറയും. ചിലപ്പോൾ കീശയിൽ കൈയിട്ട് കാണിക്കും, ചിലപ്പോൾ മിഠായിയുള്ള പോലെ കാണിക്കും. അത് കളവാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിനക്ക് ഞാൻ ഇന്നത് മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തുകൊള്ളണം. അതല്ലെങ്കിൽ യുക്തബു അലൈക കിദ്ബൻ, അതൊരു കളവായിട്ട് രേഖപ്പെടുത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കളവ് പറയാൻ പാടില്ല. ഒരാൾ കളവ് പറഞ്ഞോ അവന്റെ മാർക്ക് ചിടിഞ്ഞു പോയി, പിന്നെ അവനെ നമ്പാൻ പറ്റില്ല. തമാശക്കും കളവ് പറയാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, ഈ ഒരു നിവൃത്തികെട്ട ഘട്ടത്തിൽ കളവ് പറയൽ അനിവാര്യമായ ഘട്ടാണ്, എന്റെ സത്യം പറഞ്ഞു. അപ്പൊ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയാണ്, എന്റെ ഉമ്മാടെ ഒരു വസിയത്തുണ്ട്. അതെന്താ? ഒരിക്കലും കളവ് പറയാൻ പാടില്ല. കളവ് പറയല്ലെന്നും കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തോവാ മാലയിൽ ചൊല്ലി പോകുന്നുണ്ട്. ഉമ്മാടെ വസിയത്താണ്, പോരുന്ന സമയത്ത് കളവ് പറയരുത്. അപ്പൊ കൊള്ളത്തലവൻ, പടച്ച റബ്ബേ, ഇത്രയും ഒരു ചെറുപ്രായത്തിൽ ഉമ്മ കളവ് പറയരുത് എന്ന് പറഞ്ഞ ഒരു നിർദ്ദേശം വസിയത്ത് പാലിച്ച് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പോലും നീ കളവ് പറയുന്നില്ല. എത്രയോ വർഷങ്ങളായി ഞാൻ എൻ്റെ റബ്ബിന്റെ ആജ്ഞകളും അവന്റെ കൽപ്പനകളും നിരാകരിച്ച് അവനെ നിഷേധിച്ചും അവനോട് നന്ദികേട് കാണിച്ചും ധിക്കരിച്ചും ഈ വലിയ പാതകം കൊള്ള ചെയ്ത് നടക്കുന്നു. ഞാനിതാ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൈക്കയാൾ തൗബ ചെയ്തു, സ്വാലിഹായി പോയി. അപ്പൊ മറ്റുള്ള കൊള്ളക്കാര് പറഞ്ഞു, കൊള്ള വിഷയത്തിൽ ഞങ്ങളെ തലവൻ നിങ്ങളാണ്, ഇപ്പൊ തൗബ ചെയ്യുന്ന വിഷയത്തിലും ഞങ്ങളുടെ നേതാവ് നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞ് അവരും തൗബ ചെയ്ത് യഥാർത്ഥ സ്വാലിഹീങ്ങളായി കണ്ടോ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അത് വലിയ പ്രബോധനമായി മാറി. നമ്മുടെ ജീവിതം പ്രബോധനാകണം. നമ്മുടെ മക്കൾക്ക് നമ്മുടെ റോൾ മോഡലാവണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാപ്പ നിസ്കരിച്ചിലൊക്കെ മക്കൾ നിസ്കരിക്കും. അമ്മ സുബഹിക്ക് കിടന്നു പറഞ്ഞാൽ ഏതെങ്കിലൊക്കെ സമയത്ത് എഴുന്നേൽക്കുക, നട്ടപ്പാതിര വരെ ഫോണിൽ അതും ഇതും കണ്ട് കേട്ട് അങ്ങനെ ഉറങ്ങി. പിന്നെ എന്ത് സുബഹാണ്? ഏതെങ്കിലൊക്കെ സമയത്ത് എഴുന്നേൽക്കുക. ഇതല്ലേ കുട്ടി കാണുന്നത്. പിന്നെ ഈ കുട്ടി നേരാകും. ഞാനത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണം എപ്പോഴും പറയാറുണ്ട്. ഒരു വടിക്ക് വളവുണ്ടെങ്കിൽ ആ വളവ്, ആ ഒരു വക്രത നിഴലിനുണ്ടാവും. നിഴലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പ്രബോധനാണ്. നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ വഴന്നു പറയുന്നതിനേക്കാൾ ഫലപ്രദം ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ ഖൈറുൻ മിൻ വഅലി അൽഫി റജുലിൻ ഫി റജുലിൻ. ഒരാള് നന്നാകാൻ വേണ്ടി 1000 ആള് വഴന്നു പറയുന്നതിനേക്കാൾ 1000 ആളുകൾ നന്നാ
ഒരാള് ശരിയായ കൃത്യമായ ജീവിതം മദീനാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഞാൻ കളവ് പറയൂല എന്ന ആ ഒരു ശബ്ദം മഹാനവറുകളുടെ ജീവിതത്തിലുണ്ടായപ്പോ ഇത്രയും ആളുകൾ സ്വാലിഹാകാൻ ആ ജീവിത വിശുദ്ധി കാരണമായില്ലേ. അപ്പൊ ഒന്ന് ഷെയ്ഖ് ജീലാനിയെ വാർത്തെടുത്തതിൽ പ്രധാന ഘടകം മാതാപിതാക്കളുടെ സ്വലാഹ്, മറ്റൊന്ന് ഒരിക്കലും കളവ് പറയൂല. അത് ചെറുപ്പത്തിൽ മക്കളെ നല്ലോണം ശ്രദ്ധിക്കണം, കളവ് പറയാൻ അനുവദിക്കാൻ പാടില്ല. ഇമാം ഗസാലി തങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞില്ലേ, ചെറിയ കളവ് പോലും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. കളവിന്റെ ഗൗരവം കുട്ടികൾക്ക് ചെറുപ്പത്തിലെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ പറയാൻ പാടില്ല, കളവ് വലിയ പാതകാണ്, ഒരിക്കലും കളവ് പറയാൻ പാടില്ല. രണ്ടാമത് ഷെയ്ഖ് ജീലാനിയെ വാർത്തെടുത്ത ഒരു ഘടകം ഇൽത്തിസാമു തനാവുലിൽ ഹലാൽ. മഹാനവറുകൾ ആഹരിച്ചത് ശുദ്ധ ഹലാലാണ്. ഒരാൾ നന്നാകുന്നതിനും വടക്കാക്കുന്നതിനും വലിയ ഗണ്യമായ സ്വാധീനം അവന്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഭക്ഷണത്തിനുണ്ട്. ഒരാൾ എത്രമാത്രം അയാളെ ഭക്ഷണത്തിൽ ഹലാലുണ്ടോ അതനുസരിച്ച് ഇബാദത്തിന് താല്പര്യം ഉണ്ടാവും. നമ്മളൊക്കെ ഇബാദത്ത് പറഞ്ഞ എന്താ ഉള്ളതും ഇല്ലാതാക്കാൻ പറയില്ല. നമ്മളൊക്കെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലേ, ഓരോരുത്തരും എത്ര വയസ്സ് ജീവിച്ചെത്തി. 50 വയസ്സായ ആളുകൾ ഉണ്ടാവും, 60 വയസ്സായ ആളുകൾ, 70 വയസ്സായ ആളുകൾ. ഈ എത്തിച്ചേർന്ന ആയുസ്സിനിടക്ക് ഒരു 2 റക്അത്ത് ഭൗതികമായ ചിന്തകളൊന്നും ഇല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയും? ഒരാൾക്കും കഴിയില്ല. നിസ്കരിക്കാനും കൈയട്ടിയാൽ അതുവരെ ഇല്ലാത്ത ചിന്തകളൊക്കെ മനസ്സിലേക്ക് ഒന്നുപോയി. മറന്നു വെച്ച സാധനങ്ങളൊക്കെ ഓർമ്മ വരെ എപ്പോഴാണ്? ജൗഹരിക്കൊടുത്തൊക്കെ പോകാനുള്ളത് എന്ന് ഓർക്കലെപ്പോഴാ? നിസ്കാരത്തിന് കൈയട്ടിയാലാണ്. അതുവരെ ഈ സംഗതികളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇതൊക്കെ നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ എന്തൊക്കെയാ വരിക? അപ്പൊ നമ്മുടെ നിസ്കാരത്തിൽ ഭക്തിയിൽ അതിന്റെ കാരണം എന്താണെന്നറിയോ? ഉള്ളിലേക്ക് ചെല്ലുന്ന ഭക്ഷണം ഹലാലല്ല. ഹലാലല്ല എന്ന് പറഞ്ഞാൽ ശുദ്ധ ഹലാലല്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഹലാലല്ലാത്ത ഒന്നും കഴിച്ചിട്ടില്ല. ബഗ്ദാദിൽ മഹാനവറുകൾ 73 കൊല്ലം ജീവിച്ചു. പോകുന്ന സമയത്ത് 40 ദീനാറല്ലേ ഉമ്മ കൊടുത്തത്. അത് എത്ര പെട്ടെന്ന് അവസാനിച്ചു, കഴിഞ്ഞുപോയി. പിന്നെ ഷെയ്ഖ് അവറുകൾ എന്ത് ചെയ്യണു? കൈത്തൊഴിലെടുക്കുകയാണ്. കൈത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല തൊഴിലാണ്. നമ്മളിങ്ങനെ ഏസിന്റെ ചുവട്ടിൽ ഇങ്ങനെ മെയ്യനങ്ങാതിരുന്ന് ശമ്പളം മേടിക്കല്ല. കൈകൊണ്ട് തൊഴിലെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ തൊഴിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഏറ്റവും നല്ല തൊഴിൽ ഏതാണെന്ന് ചോദിച്ചപ്പോ തങ്ങളും പറഞ്ഞില്ലേ, അമലു റജുലി ബിയദിഹി, ഒരാൾ തന്നെ കൈകൊണ്ട് തൊഴിലെടുത്ത് സമ്പാദിക്കുന്നതാണ്. അപ്പൊ ജോഹരി ചോദിക്കുമ്പോ എമ്പക്കത്തെ വഴി പറഞ്ഞ് ശമ്പളം മേടിക്കാൻ പറ്റുമോ? ശമ്പളം മേടിക്കാൻ ഏറ്റവും നല്ല തൊഴിൽ ഇൽമു പറഞ്ഞു കൊടുക്കല. ഇന്ന അഹഖമാ അഖദതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. അല്ലേ, ഒരു സംഘം സ്വഹാബത്ത് ഇങ്ങനെ പോയി, പോകുന്ന വഴിക്ക് ഒരു ഗോത്രത്തലവൻ അയാളെ പാമ്പ് കടിച്ചു. മന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന രീതിയിൽ ആ ഗോത്രക്കാര് ആളെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ഈ സ്വഹാബികൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതിലൊരു സ്വഹാബി പറഞ്ഞു, ഞാൻ മന്ത്രിക്കും, പക്ഷെ മന്ത്രിക്കണമെങ്കിൽ എനിക്ക് ഇത്ര ആട് തരണം, പ്രതിഫലമായിട്ട് ഇത്ര എണ്ണം ആടുകൾ, 30-ലേറെ ആടുകൾ തരണം എന്ന് അയാൾ പറഞ്ഞു എന്നാണ്. അങ്ങനെ ആ കരാറിൽ മന്ത്രിച്ചു. വിഷമിറങ്ങി ഈ ആടിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം ചെന്നു. അപ്പൊ ഇയാൾക്കൊരു ബേജാറുണ്ട്, നബിതങ്ങൾ എന്താ പറയുക? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഇന്ന അഹഖമാ അഖദതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, പ്രതിഫലം പറ്റാൻ ഏറ്റവും നല്ലത് ഖുർആനല്ലേ, അല്പം എനിക്കും തരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇരിക്കട്ടെ. അപ്പൊ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഹലാലല്ലാത്ത ഒന്നും ആഹരിച്ചിട്ടില്ല. മഹാനവറുകൾ ഈ 40 ദീനാറ് കഴിഞ്ഞപ്പോ തന്റെ കൈ കൊണ്ട് തൊഴിലെടുത്ത് സമ്പാദിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് മഹാനവറുകൾക്ക് വലിയ ബേജാറ്. ബഗ്ദാദിൽ ഹലാല് മാത്രം എന്ന് പറയാവുന്ന ഭക്ഷണങ്ങളൊന്നും കാണാനില്ല. ഒന്നുങ്ങ ഹലാല്, അതല്ലെങ്കിൽ ഹലാലും അല്ല ഹറാമും, അതല്ലെങ്കിൽ ഹറാമാകാൻ സാധ്യതയുള്ള ഭക്ഷണം അതാണ്. അതൊന്നും സൂഫിയാക്കൾ കഴിക്കൂല. അപ്പൊ ശൈഖ് അവർകൾ പിന്നെ എന്താ ചെയ്തത്? നദിക്കരയിലേക്ക് പോയി, കടൽക്കരയിലേക്ക് പോയി, അവിടെയുള്ള ജനങ്ങൾ കൊണ്ടുപോയിരുന്ന വേസ്റ്റുകൾ ഉണ്ടാവും, ഭക്ഷണാവശിഷ്ടങ്ങൾ, അത് ആഹരിക്കാൻ തുടങ്ങി, കഴിക്കാൻ തുടങ്ങിയതാണ് ശൈഖ് അവർകൾ. അങ്ങനെ ഒരു ദിവസം
ഈ ഉച്ചിഷ്ടങ്ങൾ തേടി ചെന്ന സമയത്ത് വേറെ കുറെ സാധുക്കൾ വന്നു. അതൊക്കെ ആഹരിച്ച് മഹാനവറുകൾക്ക് ഒന്നും കിട്ടിയില്ല. ദിവസങ്ങളായി പട്ടിണിയിലാണ്. ശൈഖ് അവറുകൾ അവിടെ കണ്ട ഒരു പള്ളിയിൽ കയറിയിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട സമയമാണ്. ഇപ്പൊ മരിക്കും എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോഴതാ ഒരാൾ പള്ളിയിലേക്ക് കയറി വരും. അയാൾ മറുഭാഗത്തിരുന്ന് എന്ത് ചെയ്യാണ്? അയാളെ കയ്യിൽ നല്ല ചുട്ട കോഴിയുണ്ട്. അൽഫഹം പറഞ്ഞ കരിക്കട്ടാന്നർത്ഥം. അങ്ങനെ അൽഫാം ഉണ്ടായിരുന്നു അല്ലേ? അൽഫഹം അങ്ങനെ കുറെ സംഗതികൾ ലോപിച്ചിട്ടുണ്ടായിരുന്നു. അൽഫഹം അപ്പൊ ചുട്ട കോഴി, ഇതാണ് ഷവായ എന്ന് പറയുന്നത്. മഷ്വി പറഞ്ഞ ചുടപ്പെട്ടത്. അപ്പൊ ഇയാളെ കയ്യിൽ നല്ല ചുട്ട കോഴിയുടെ റൊട്ടി. ഇയാൾ മറുഭാഗത്തിരുന്ന് ഇങ്ങനെ റൊട്ടി കഴിക്കുമ്പോ ഈ ചുട്ട കോഴി ഇങ്ങനെ കടിക്കുമ്പോ അയാൾ ഓരോ ഉരുള വായിൽ വെക്കുമ്പോഴും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ വായ അറിയാതെ ഇങ്ങനെ തുറക്കുക. തന്റെ വായിലേക്ക് വെക്കുമ്പോൾ വിശപ്പിന്റെ ആധിക്യം ഇത് അയാൾ കണ്ടു. കുൽ ബിസ്മില്ല, നിങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞ് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് നീട്ടി. അപ്പൊ ഈ ഷെയ്ഖ് അവറുകൾ അവിടെ നിന്ന് ജീലാനിൽ നിന്ന് പോകുന്നു. പിന്നെ ഇന്നത്തെ പോലെ വാട്സാപ്പിന് മെസ്സേജ് അയക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. ഷെയ്ഖ് അവറുകളെ ഉമ്മ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തയക്കും ആരുടെയെങ്കിലൊക്കെ കയ്യിൽ, ബഗ്ദാദിലേക്ക് പോകുന്നവരുടെ കയ്യിൽ. അത് ചിലപ്പോൾ ഷെയ്ഖ് അവറുകൾക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടൂല. കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ? ഷെയ്ഖ് അവറുകൾക്ക് സ്ഥിരമായ ഒരു വാസകേന്ദ്രം എങ്ങനെ സഞ്ചരിക്കല്ലേ. അപ്പൊ ഇയാൾ അല്പം തിന്നാൻ കൊടുത്തു. പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ്. നിങ്ങളെ വീട് എവിടെ? ഷെയ്ഖ് ജീലാനിയോട് ചോദിക്കുകയാണ്. ഞാൻ ജീലാൻ ദേശക്കാരനാണ് എന്ന് പറഞ്ഞു. ഞാനും ജീലാനുകാരനാണല്ലോ. ഇയാൾ പറയാണ്, നിങ്ങൾക്ക് ജീലാനിലെ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഒരാൾ അറിയും? അബ്ദുല്ലാഹി സുബ്ഹിയുടെ പേരക്കുട്ടിയായ അത് ഞാനാണ് എന്ന് കേട്ടപ്പോ ഇയാളാകെ ബേജാറായി പോയി. ഇയാളാകെ നിറം മാറി, ഇയാളെ അവസ്ഥകളൊക്കെ ആകെ മാറി വറക്കാൻ തുടങ്ങിയാണ്. ഇപ്പൊ എന്താ സംഭവം? ഇയാള് ബഗ്ദാദിലേക്ക് പോരുന്ന സമയത്ത് ഉമ്മ ഷെയ്ഖ് ജീലാനിക്ക് നൽകാൻ വേണ്ടി 8 ദീനാർ ഇയാളെ കൈവശം കൊടുത്തിരുന്നു. ഇയാൾ ഇവിടെ ബഗ്ദാദിൽ വന്ന് ഷെയ്ഖ് ജീലാനി തങ്ങളെ കുറെ അന്വേഷിച്ചു, ഇവരെ കിട്ടിയില്ല. ഇയാളെ കയ്യിൽ ഇയാളുടേതായി ഉണ്ടായിരുന്ന സമ്പത്തൊക്കെ കഴിഞ്ഞു. 3 ദിവസം അയാൾ പട്ടിണി കിടന്നു. അവസാനം ശവം തിന്നൽ അനുവദിക്കപ്പെട്ട സമയമായപ്പോ ഒരാളങ്ങനെ ഇപ്പൊ മരിക്കും, ജീവൻ നിലനിർത്താൻ വേറെ സംഗതികളൊന്നും ഇല്ലാന്ന് കണ്ടാൽ അയാൾക്ക് ശവം ഭക്ഷിക്കൽ അനുവദനീയാണ്. മരിക്കാനായി ഇനി ജീവൻ നിലനിർത്താൻ വേറെ സംഗതികളൊന്നുമില്ല. അപ്പൊ മുഗല്ലതായ നായ, പന്നി എന്നിവയുടേതാണെങ്കിൽ പോലും ശവം ഭക്ഷിക്കേണ്ട സമയമാണ്. 3 ദിവസം പട്ടിണി കിടന്നു. തന്റെ കയ്യിലൊന്നുമില്ല, തന്റെ മുതലായിട്ട് ശവം ഭക്ഷിക്കൽ അനുവദനീയമായ സമയമായപ്പോ നിങ്ങളെ ഉമ്മ തന്ന ഈ നാണയത്തുട്ടിൽ നിന്ന് അല്പമെടുത്ത് ഞാൻ ഈ ഭക്ഷണം മേടിച്ചതാണ്, ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങൾ പൊരുത്തപ്പെടണം, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഷെയ്ഖ് ജീലാനിക്ക് അത് കൊടുക്കുന്നതാണ്. അപ്പൊ ഷെയ്ഖ് ജീലാനി അയാൾ ആശ്വസിപ്പിച്ചു, അയാളെയും അത് ഭക്ഷിപ്പിച്ചു, ചരിത്രത്തിലുണ്ട്. അപ്പൊ ഷെയ്ഖ് ജീലാനി ഇത്രയും വലിയ ദർജയിലേക്ക് എത്താനുള്ള മറ്റൊരു കാരണം മഹാനവറുകൾ ഉള്ളിലേക്ക് ചെന്ന ഭക്ഷണം തീർത്തും ഹലാലാണ്, ഏറ്റവും ശുദ്ധമായതാണ്. അപ്പൊ നമ്മളും നമ്മുടെ ആശ്രിതരും ഭക്ഷിക്കുന്നത് ഹലാലായിരിക്കണം എന്നൊരു നിർബന്ധം നമുക്കുണ്ടാവണം. ഒരു നിർബന്ധം ഉണ്ടാവണം. എന്തെങ്കിലൊക്കെ വകുപ്പുണ്ടാക്കി എന്തെങ്കിലൊക്കെ ആഹരിച്ച് വിടുക എന്നുള്ളതല്ല. അതൊക്കെ പറയണമെന്ന് കുറെ പറയാണ്. മൂന്നാമതൊരു കാരണം, ഷെയ്ഖ് ജീലാനിക്ക് ഇത്രയും വലിയ ദർജ ലഭിക്കാനുള്ള കാരണം വലിയ അദബും വലിയ ഔലിയാക്കളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ആളുകളോടും വലിയ അദബുള്ള ആളായിരുന്നു ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഇബ്നു അബി ഇസ്റൂർ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അയാൾ പറയാ, ഞാൻ ബഗ്ദാദിൽ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. ഇനി ഞാൻ പറയുന്ന സംഗതി ശരിക്കും കേട്ടോളൂ. ഇബ്നു അബി ഇസ്റൂർ എന്ന് പറയുന്ന ആള് അയാളുടെ കാലത്തെ ഏറ്റവും വലിയ ശാഫിഈ പണ്ഡിതനാണ്. മഹാനവറുകൾ പറയാൻ, ബഗ്ദാദിൽ ഇൽമു പഠിക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പൊ ഇബ്നു സഖ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ട്. അയാളന്ന് പഠിതാവാണ്, വിദ്യാർത്ഥിയാണ്. ഞാനും അയാളും ബഗ്ദാദിലെ നിവാമിയ മദ്രസ
എന്ന് പറഞ്ഞൊരു പാഠശാലയുണ്ട്. അതിൽ ഞങ്ങൾ ഒന്നിച്ചു പഠിക്കുക. ഞങ്ങളെ കൂടെ അന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനവറുകൾ ചെറിയ കുട്ടിയാണ്, യുവാവാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു പതിവുണ്ട്. അതെന്താ? ഒഴിവ് വേളകളിൽ ഔലിയാക്കളെ കാണാൻ വേണ്ടി പോകും. ഔലിയാക്കളെ സന്ദർശിക്കാനും അവരെ കൊണ്ട് ദ്വാരിപ്പിക്കാനൊക്കെ പോകും. അതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ നമ്മളെ വലിയ ആളുകൾ, പഴയ കാലത്ത് വയസ്സായ ആളുകൾ പേരക്കുട്ടികളെ കൈ പിടിച്ചിട്ട്, അതുപോലെ തന്നെ വാപ്പ മകൻ്റെയൊക്കെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യും? വലിയ ഉസ്താദുമാരായിട്ടൊക്കെ കൊണ്ടുപോകും ദ്വാരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിപ്പോ നമ്മളൊരു കുട്ടി ജനിച്ചാൽ തന്നെ തഹനീക്ക് മധുരം തൊട്ടുകൊടുക്കാന്നൊരു സുന്നത്തുണ്ടല്ലോ. ഒരു സ്വാലിഹായ മനുഷ്യൻ ഈത്തപ്പഴൊക്കെ ചവച്ച് അതിൻ്റെ ആ നീര് ഈ കുട്ടിയുടെ ഹനക്കിൽ അണ്ണാക്കിൽ തൊട്ടുകൊടുക്കണം. ആദ്യമായിട്ട് ആ കുട്ടിയുടെ വയറ്റിലേക്ക് എത്തേണ്ടത് ഈ സ്വാലിഹായ മനുഷ്യന്റെ ഈ അസറാകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ നമ്മളെല്ലാം ചവക്കുകയാണ്. അങ്ങനെ ഒരുപാട് സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കാനും. അപ്പൊ ഞങ്ങൾ ഒഴിവുള്ള സമയത്ത് ഔലിയാക്കളെ കാണാൻ വേണ്ടി പോകും. ഒരു ദിവസം ബഗ്ദാദിൽ ഗൗസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചു. ഗൗസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. വലിയാണെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ 3 ആളുകൾ പോവുകയാണ്. ഈ ഇബ്നു സഖ വലിയ ബുദ്ധിമാനാണ്. പോകുന്ന വഴിക്ക് ഇബ്നു സഖ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് ആ ഷെയ്ഖിനെ കണ്ടാൽ ആ ഷെയ്ഖിനോട് ഞാനൊരു ചോദ്യം ചോദിക്കും. അയാൾക്ക് അതിന്റെ മറുപടി അറിയില്ല. അയാൾ മറുപടി അറിയാതെ ആകെ കുഴങ്ങിപ്പോകും. അങ്ങനെ ചില ആളുകളുണ്ടല്ലോ. ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒരാൾ പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി അതാണ്. ഒരാളെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചോദിക്കുക. ഒരാവശ്യമില്ലാതെ ബഹിരാകാശത്ത് പോയാൽ എങ്ങനെ നിസ്കരിക്കുക? ഇപ്പൊ എപ്പോഴും പോകാൻ നിൽക്കുമ്പോൾ ഒരു ചോദ്യം കേട്ടാൽ അറിയാൻ വേണ്ടി ചോദിച്ചോട്ടെ. ഒരു ഉസ്താദ് വഞ്ചി പോണേനെ തലേന്നോട്ട് പോയാൽ ഞാൻ പറഞ്ഞു. അല്ല ഇപ്പൊ എന്താ പോരോടൊക്കെ പറയണത്? സാങ്കല്പിക ചോദ്യങ്ങൾ ഉണ്ടാക്കിയാണ്. ഒരാള് ബഹിരാകാശത്ത് പോയാൽ എങ്ങനെ നിസ്കരിക്കുക, ട്രെയിനിൽ പോകുമ്പോൾ എങ്ങനെ നിസ്കരിക്കുക ചോദിക്കുകയാണെങ്കിൽ ന്യായമുണ്ട്. നിസ്കരിക്കേണ്ട സംഗതിയാണ്, ഇപ്പൊ സാർവത്രികമായുള്ള സംഗതിയാണ്. അപ്പൊ ഈ ഇബ്നു സഖ പറയാണ്, ഞാൻ അവിടെ ചെന്നാൽ ആ ഷെയ്ഖിനോട് ഒരു ചോദ്യം ചോദിക്കും. അയാൾക്ക് അതിന്റെ മറുപടി അറിയില്ല. അപ്പൊ ഇബ്നു അബീ ഇശ്റും പറയാം, മറ്റാൾ പറയാണ്, അയാൾ അതിന് എന്താ മറുപടി പറയുന്നത് എന്ന് ഞാനൊന്ന് നോക്കും. എത്ര കണ്ട് ഫിറ്റായ മറുപടിയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ചെറിയ കുട്ടികൾ. മഹാനവറുകൾ പറഞ്ഞു, സുബ്ഹാന മഅദല്ലാഹ്, മഹാനവറുകളോട് ചോദ്യം ചെയ്യേ. അതിനൊന്നും ഞാനില്ല. ഞാൻ അവിടെ മുമ്പാകെ ചെന്ന് അവിടത്തെ കണ്ട് ബറക്കത്തെടുക്കാനാ പോരുന്നത്. ഒന്നും ചോദിക്കാനും അന്വേഷിക്കാനുമില്ല. 3 ആളുകളും ഈ ഗൗസ് എന്ന് പറയുന്ന മഹാന്റെ ആ കേന്ദ്രത്തിലെത്തി. പെട്ടെന്നൊന്നും കാണാൻ കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞ് മഹാനവറുകളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. നേരെ നോക്കുന്നത് ഇബ്നു സഖയുടെ മുഖത്തേക്കാണ്. ആരാണ് ഇബ്നു സഖ? ഇബ്നു സഖയാണ് പറഞ്ഞത്, ഞാൻ ആ ഷെയ്ഖിനോട് ഒരു ചോദ്യം ചോദിക്കും, അയാൾക്കതിന്റെ മറുപടി അറിയില്ല. ഇബ്നു സഖയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എടാ നീ എന്റെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാവുന്ന ആളല്ലേ, നിന്റെ ചോദ്യം ഇതാ, അതിന്റെ മറുപടിയും ഇതാ. അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അറാഫി വജ്ഹിക നാറൻ നാറൽ കുഫ്രി തൽതഹിബ്, നിന്റെ മുഖത്തതാ കുഫറിന്റെ തീ ഞാൻ ഇങ്ങനെ കാണുകയാണ്. നീ കാഫിറായി ചത്തുപോകുമടാ എന്ന് ഷെയ്ഖ് ഇബ്നു സഖയോട് ആ ഷെയ്ഖ് പറയാൻ. നീ കാഫിറായി ചത്തുപോകും. ഇബ്നു അബീ ഇശ്റിനോട് പറഞ്ഞു, ഞാൻ എന്ത് മറുപടിയാ പറയാൻ നോക്കാനല്ലേ നിങ്ങൾ വന്നത്? മറുപടി താ, നീയും ദുനിയാവിന്റെ ആളായിപ്പോകും. കാഫിറൊന്നും ആകൂല, നീയും ദുനിയാവിന്റെ ആളായിപ്പോകും. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ അടുത്തേക്ക് വിളിച്ച് അണച്ചുകൂട്ടി പുറത്തു കൊട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയാകും. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിങ്ങളെത്തും. ഞാനിതാ കാണുന്നു, ബഗ്ദാദിൽ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾ പറയുന്നു, ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയിൻ ഇല്ലാഹ്, എന്റെ ഈ കാൽപാദം എല്ലാ ഔലിയാക്കൾക്കും മുകളിലാണ് എന്ന് നിങ്ങൾ പറയും. കാലം മുന്നോട്ട് പോയി. ഇബ്നു സഖ വലിയ പണ്ഡിതനായി.
വലിയ മഹാനായി. ഖുർആൻ 30 ജുസുവും കലക്കി കുടിച്ച ആളാണ് അയാൾ. സംവാദം നടത്തി, ആരോട് സംവാദം നടത്തിയാലും അവരെ അയാൾ തോൽപ്പിച്ചു കളഞ്ഞു. ഒരാൾക്കും ഇബ്നു സഖയോട് ജയിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും ഉത്തരം മുട്ടിപ്പോയി. അപ്പൊ എന്തു ചെയ്തു? ആ നാട്ടിലെ രാജാവ് റോമിലേക്ക് ഇബ്നു സഖയെ പറഞ്ഞയച്ചു. ക്രൈസ്തവ രാജ്യമാണ് റോം. ഈ ക്രിസ്ത്യാനികളോട് സംവാദം നടത്തി അവരെ ഉത്തരം മുട്ടിച്ച് തോൽപ്പിക്കാൻ വേണ്ടി ഇബ്നു സഖയെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇബ്നു സഖ അവിടെ ചെന്ന് അവിടെയുള്ള പുരോഹിതന്മാരോടും പാതിരിമാരോടും ഒക്കെ സംവാദത്തിൽ ഏർപ്പെട്ടു. അവരൊക്കെ ഇബ്നു സഖയുടെ അറിവിന്റെ മുമ്പിൽ തോറ്റു തുന്നമ്പാടി. എല്ലാവരും പരാജയപ്പെട്ടു. രാജാവ് കുടുങ്ങിപ്പോയി. എല്ലാവരും മുസ്ലിങ്ങളാകുകയാണ്. അവസാന തടവെന്താണ്? രാജാവ് തന്റെ സുന്ദരിയായ മകളുണ്ട്. ആ മകളെ ഇബ്നു സഖയുടെ മുന്നിലേക്ക് ഇട്ടു. നല്ല സുന്ദരിയായ, കാണാൻ സൗന്ദര്യമുള്ള പെണ്ണാണ്. അപ്പൊ ഇബ്നു സഖക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കണം. അവളിൽ ആകൃഷ്ടനായ അയാൾ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. അവളെ കെട്ടിയതി രാജാവിനോട് എനിക്ക് അവളെ കല്യാണം ചെയ്തു തരണമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, കല്യാണം ചെയ്തു തരാം, പക്ഷെ നീ ക്രിസ്തുമതം സ്വീകരിക്കണം, ക്രൈസ്തവനാകണം. അയാള് ക്രിസ്ത്യാനിയായി ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഖദാഇനെ എടുക്കാൻ കഴിയും? ഷേഖിന്റെ വാക്ക് പുലരണ്ടേ? ഇയാൾക്കൊരു മഹാമാറാരോഗം ബാധിച്ചു. അയാളെ പെണ്ണൊഴിവാക്കി. എല്ലാവരും അയാളെ ഒഴിവാക്കിയിട്ട് റോഡ് വക്കിന് തള്ളി, അങ്ങാടിയിൽ കൊണ്ടുപോയി ഇയാളെ വലിച്ചെറിഞ്ഞു. ഇയാളാകെ മുഖമാകെ കറുത്തുപോയി, ഒന്നിനും കഴിയാത്ത അവസ്ഥയിലായി. ഒരു ദിവസം ഇയാളെ പരിചയമുള്ള ഒരാൾ കാണുകയാണ്. കരിക്കട്ട പോലെയുണ്ട്. അയാൾ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. മരിക്കാൻ വേണ്ടി കിടക്കുന്ന അയാളെ ഖിബലയിലേക്ക് തിരിച്ചു കെടുത്തണം. അത് സുന്നത്താണ്. മരണമാസന്നനായ ആളെ ഖിബലയിലേക്ക് തിരിച്ചു കെടുത്തണം. അപ്പൊ ഇയാളെ ഈ കണ്ടയാളെന്ത് ചെയ്തു? ഖിബലയിലേക്ക് തിരിച്ചു കിടക്കുകയാണ്. പക്ഷെ നേരെ പുറംതിരിയാണ്. ഇയാള് മുഖം കിഴക്കോട്ട് പോവുകയാണ്, പടിഞ്ഞാട്ട് മുഖമാകുന്നില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഖുർആൻ 30 ജുസും വെള്ളം പോലെ മനഃപ്പാഠമാക്കിയിരുന്ന ആളായിരുന്നു. വല്ല ആയത്തും നിങ്ങൾക്ക് ഓർമ്മണ്ടോ? സൂറത്തുൽ ഹിജ്റിലെ ആയത്ത് അയാൾ എഴുതിയത് കാഫിരീങ്ങളായ ആളുകളൊക്കെ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന സമയം അയാളങ്ങനെ പച്ച കാഫിറായി ചെറുത്തുപോയി. അല്ലാഹു ആദരിച്ചവർക്കെതിരെ നാക്കെടുത്തതാണ്. ഇരിക്കട്ടെ, പറയാം. ഇബ്നു അബി ഇശ്ർ അദ്ദേഹം പറയാണ്, ഞാനും വലിയ ആളായി പണ്ഡിതനായി, പക്ഷെ എനിക്കും ദുനിയാവിന്റെ ആളായി മാറേണ്ടി വന്നു. ഷെയ്ഖ് ജീലാനിയോ ഗൗസ് പറഞ്ഞതുപോലെ വലിയ വലിയായി എല്ലാ ഔലിയാക്കൾക്കും മീതെ അദ്ദേഹത്തിന്റെ കാല് ഉയർന്നു. എല്ലാവരും മഹാനവറുകൾ ബഹുമാനിക്കപ്പെട്ടു. അപ്പൊ ഷെയ്ഖ് ജീലാനി വലിയ ദർജയിലെത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലാഹു ആദരിച്ചവരെ ആദരിച്ചു. അതബ് പ്രധാനമാണ്. അതബ് എല്ലാ സദസ്സിനും അതബുണ്ട്. ഈ സദസ്സിനൊരു അതബുണ്ട്. ഉലമാഇനോട് പാലിക്കേണ്ട അതബുകളുണ്ട്. അവർക്ക് നൽകേണ്ട ഹക്കുകളുണ്ട്. ആ ഹക്ക് വകവെച്ചു കൊടുക്കണം. അത് കയ്യേറാൻ പാടില്ല, കവരാൻ പാടില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അത് സൂക്ഷിച്ചപ്പോ, അത് പരിഗണിച്ചപ്പോ മഹാനവറുകൾക്ക് വലിയ ദർജ ലഭിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെയ്ഖ് അവറുകളെ ബഹുമാനിച്ചു. വലിയ ദർജ ലഭിക്കുന്നവരിൽ, പ്രാപിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.